കരിയർ ടോക്ക് വിത്ത് അബോധ. ഓക്കെ, താങ്ക് യു. ഓക്കെ. ഇവിടെ എന്ത് കോഴ്സാ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ആണല്ലേ. ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ ക്ലാസ്സുകളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല, നല്ല ക്ലാസ്സുകളായിരുന്നു. ഓൺലൈൻ ആണെങ്കിലും നല്ല ക്ലാസ് ആയിരുന്നു. ക്ലാസ് ആയിരുന്നു. ഡൗട്ട് ക്ലിയറിംഗ് ഒക്കെ ചെയ്തിരുന്നോ? ജാപ്പിൽ കയറി അറ്റൻഡ് ചെയ്യാറുണ്ടോ? അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു. അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു. ഡൗട്ട് ഒക്കെ അപ്പൊ ആ തന്നെ ക്ലിയർ ആയി പോവാറുണ്ടോ? ഉണ്ട്. ഞാൻ പെൻഡിംഗ് ഒന്നും വെക്കാറുണ്ടായിരുന്നില്ല, ഒക്കെ ക്ലിയർ ചെയ്ത് പോകാറുണ്ടായിരുന്നു. ഓക്കെ. നിഖിൽ എന്താ പഠിച്ചിരുന്നത്? ഞാൻ +2 കഴിഞ്ഞിട്ട് പിന്നെ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചതാ. പഠിച്ചതാണല്ലേ. ഓക്കെ ഓക്കെ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നോ ഈ സബ്ജക്ട്? ഇല്ല, ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എന്ത് ചെയ്യാ? ഇന്റേൺഷിപ്പ് ചെയ്യാണോ അതോ വർക്ക് ചെയ്യാണോ? അല്ല, ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് ഞാൻ ജോലിക്ക് കയറി, ജോബിനായിട്ട് കയറി. ഇപ്പൊ ഇവിടെ ആണോ? ആ, കൺഗ്രാചുലേഷൻസ്. അതെ. ഓക്കെ, താങ്ക് യു. ഇവിടെ പാലക്കാട് ചെർപ്പളശ്ശേരിയിൽ തന്നെയാണ് കയറിയിട്ടുള്ളത്, അറ്റ്ലസ് ഐ കേറിയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ. ആണല്ലേ. എങ്ങനെയുണ്ട് അവിടുത്തെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഞാൻ ഈ 1-ാം തീയതി ജോയിൻ ചെയ്ത. കുഴപ്പമില്ല, നല്ല ഹോസ്പിറ്റലാണ്. ഓക്കെ ഓക്കെ. പാലക്കാട് തന്നെയാണോ വീട്? അവിടെ തന്നെയാണോ? വീട് തൃശ്ശൂരാണ്. പിന്നെ എങ്ങനെയാ അവോധനെ കുറിച്ച് അറിഞ്ഞത് എങ്ങനെയാ നിഖിൽ? ഞാൻ അവോധനെ കുറിച്ച് അറിഞ്ഞത് യൂട്യൂബ് വഴി അറിഞ്ഞതാ. യൂട്യൂബ് വഴി. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ നിഖിൽ. കൂടെ വേറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നോ? ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നോ? നിഖിലിന്റെ കൂടെ +2 കഴിഞ്ഞ ആ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നോ? അവനും ഇപ്പൊ ജോലിക്ക് കയറി. ആണല്ലേ. ഓഹോ. അപ്പൊ രണ്ട് ഫ്രണ്ട്സും പെട്ടെന്ന് ജോലിയായി. എവിടെയാ? അതെ. ഇവിടെ തന്നെയാണോ ജോബ് ആയത് അതോ അതെ, അതെ. ഇവിടുന്ന് തന്നെയാണ് നിഖിലിന്റെ പ്ലേസ്മെന്റ് കിട്ടിയതാ. നിഖിലിന്റെ പ്ലേസിൽ തന്നെയാണോ? എനിക്ക് അവോധയിൽ തന്നെ പ്ലേസ്മെന്റ് തന്നതാ. അല്ല, ഫ്രണ്ട് എവിടെയാ വർക്ക് ചെയ്യുന്നത്? അവിടെ തന്നെയാണോ അതോ വേറെ? അവൻ ഇന്റേൺഷിപ്പ് ഞങ്ങൾ ഒരു സ്ഥലത്തായിരുന്നു. ഇപ്പൊ അവൻ വർക്ക് ചെയ്യുന്നത് ഞങ്ങളുടെ നാട്ടിൽ തന്നെയാ. നാട്ടില് തന്നെയാണ്. ഓക്കെ നിഖിൽ. അപ്പോ ഇപ്പൊ ഈ ജോബ് വേറെ ഏതെങ്കിലും ജോബ് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജാപ്പ് അറ്റൻഡ് ചെയ്താൽ മതി. ആ jab.abodha.org എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നമുക്ക് ജോബ് ഐഡീസ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയാണെങ്കിൽ നമുക്ക് 5 വർഷം വരെ വാലിഡ് ആണ്. അപ്പൊ ഇനിയാണെങ്കിൽ കൂടി ആ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ടെൻഷൻ ഒന്നും വേണ്ട. ഓക്കെ. ഓക്കെ. ഇവിടെ അബോധയില് 40ഓളം കോഴ്സുകൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ നിഖിലിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇനിയിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ അടുത്ത്, ഇനി പഠിക്കാൻ വരുന്ന കുട്ടികളുടെ അടുത്ത് എന്താണ് നിഖിലിന് പറയാനുള്ളത്? എനിക്ക് പറയാന്ന് വെച്ചാൽ പെട്ടെന്നൊരു ചെറിയൊരു പ്രൈസിൽ നമുക്ക് പെട്ടെന്ന് ജോലിയും കാര്യങ്ങളൊക്കെ ആവാനും നന്നായി പഠിക്കാനും പറ്റിയൊരു നല്ല പ്ലാറ്റ്ഫോം ആണ് അവോധ. ഓക്കെ പിന്നെന്താ പറയുക, +2 കഴിഞ്ഞ് വേറെ ഏതെങ്കിലും കോഴ്സൊക്കെ ചെയ്യുന്നേക്കാളും നല്ലതാണ് അവോധയിൽ. പിന്നെ പ്ലേസ്മെന്റും കാര്യങ്ങളും എല്ലാം അവര് നല്ല ഇതിൽ ചെയ്തു തന്നു. അഡ്വൈസർ ആയാലും എല്ലാവരും നല്ല സപ്പോർട്ട് ആയിരുന്നു. എല്ലാം കൊണ്ട് നല്ലതാണ്, നല്ല പ്ലാറ്റ്ഫോം. ഓക്കെ. ജോബിന് കയറിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ജോബിന് കയറിയിട്ട് ഞാൻ ഇന്റേൺഷിപ്പിന് കയറിയപ്പോൾ ആദ്യമായിട്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന അങ്ങനെ ഇന്റേൺഷിപ്പിന് കയറിയപ്പോഴായിരുന്നു. ഓക്കെ പിന്നെ എനിക്ക് ചെറുപ്പം തൊട്ട് ഹോസ്പിറ്റൽ ഫീൽഡ് താല്പര്യമായിരുന്നു. അതുകൊണ്ടാണ് അഡ്മിനിസ്ട്രേഷന്റെ കോഴ്സ് പഠിച്ചത്. ഓക്കെ ഇന്റേൺഷിപ്പിന് കയറി. അവിടെ നല്ലത് തന്നെയായിരുന്നു, നല്ല സപ്പോർട്ടായിരുന്നു അവിടുത്തെ സാറുമാരായാലും എല്ലാവരും. ഓക്കെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഒരു 1 മന്ത് ഗ്യാപ്പിൽ ഞാൻ അടുത്തതിന് ജോലിക്കായിട്ട് കയറുകയും ചെയ്തു. ഓക്കെ. ഇപ്പൊ എല്ലാം കൊണ്ട് ഹാപ്പിയാണ്. അതെ, അതെ. ഓക്കെ. അപ്പോ കൺഗ്രാറ്റുലേഷൻ നിഖിൽ. അപ്പൊ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഓക്കെ, താങ്ക് യു. ഓക്കെ. അപ്പൊ ഇത്രയും നേരം നമുക്ക് വേണ്ടി മാറ്റി വെച്ചത് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു.